ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കമ്മലാണ്. പക്ഷേ ഇന്നത്തെ കമ്മലിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എംബ്രോയിഡറിയുടെയും അതുപോലെ ഹെയർ ബാൻഡിൻ്റെയും കുറച്ച് ഐറ്റംസ് വെച്ചാണ് ഇന്നത്തെ കമ്മൽ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഐറ്റംസിൽ ഇതാണ് നമുക്ക് സർദോസി എംബ്രോയിഡറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എംബ്രോയിഡറി അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും സർദോസി എന്താണെന്നുള്ളത്. പിന്നെ നമുക്ക് സ്റ്റഡിൻ്റെ ബേസ് വേണം, പിന്നെ നോർമൽ ത്രെഡ്. ഇത് നമ്മൾ ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്ന ഫെൽറ്റ് ഷീറ്റാണ്. അത് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ബീഡ് എടുത്തിട്ടുണ്ട്, കരിമണിയുടെ ബീഡാണ്. അതൊരു കുറച്ച് വലിയ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡൻ ബീഡ് 2 സൈസ് എടുത്തിട്ടുണ്ട്, ഒരെണ്ണം ചെറുതും അതിലും കുറച്ച് വലിയൊരു ബീഡും. പിന്നെ വേണ്ടത് ഗ്ലൂ ആണ്, B7000 ഗ്ലൂ. ഇത്ര ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സർദോസി കോർക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചെറിയ വളരെ കനം കുറഞ്ഞ സൂചി കിട്ടും. എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, സർദോസി അതുപോലെ ബീഡ്സ് വർക്കിനൊക്കെ നമ്മൾ ആ സൂചിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫെൽറ്റ് ഷീറ്റിന് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഏകദേശം ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സ്ക്വയറായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. നമുക്കതിൽ തുന്നി കൊടുക്കാനുള്ളതാണ് ബീഡ്സൊക്കെ. ഇനി നമ്മളിത് സർദോസി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സർദോസി കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ സർദോസി എന്ന് പറയുന്നത് പെട്ടെന്ന് വലിഞ്ഞു പോകും, സ്പ്രിങ് പോലെ. അപ്പോൾ നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്യണം. എല്ലാ സർദോസിയും ഒരേ സൈസിൽ കട്ട് ചെയ്യണം. ഞാൻ എംബ്രോയിഡറി ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ അളവ് വെച്ചിട്ട് കട്ട് ചെയ്യുക, എങ്കിലേ അത് എല്ലാം ഒരേ സൈസിൽ കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഒന്ന് വളഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും, അതൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റുക. 6 പീസാണ് കേട്ടോ ഞാനൊരു കമ്മലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 6 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം നമ്മൾ കമ്മൽ ഉണ്ടാക്കുന്നവർക്കൊന്നും സർദോസി അറിയുന്നുണ്ടാവില്ല. ഇതാ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ തൊട്ടാൽ മതി, അതിങ്ങനെ വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സർദോസി കോർക്കുമ്പോഴും അതുപോലെ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ബീഡ്സ് കോർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഫെൽറ്റ് ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് കോർത്തെടുക്കണം. ഇനി ഇതിൻ്റെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വലിയ ഗോൾഡൻ ബീഡും ആദ്യം കോർക്കുക, അതിന് ശേഷം ആ ചെറിയ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. ഇതുപോലെ. അതിന് ശേഷം ചെറിയ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് താഴത്തേക്ക് കോർത്ത് കൊടുക്കുക. അതുപോലെ ഇത് സെൻറ്ററിലേക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇനി നമ്മൾ ബീഡ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ ഗോൾഡൻ ബീഡ് കോർത്തതിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ മുകളിലേക്ക് കോർത്ത് കൊടുക്കുക സൂചി. ഇതിൻ്റെ ചുറ്റും നമുക്കിനി കരിമണി ബീഡ് കോർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ 6 ബീഡാണ് ഞാൻ കരിമണിയുടെ എടുക്കുന്നത്. 6 ബീഡ് കറക്റ്റാണ്, ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ 6 ബീഡ് നമ്മൾ കോർത്ത് കൊടുക്കുക. ഈ ബീഡ് കുറച്ച് വലുതായ കാരണം നമ്മൾ നോർമൽ സൂചി കൂടെ കോർക്കാൻ പറ്റും. പക്ഷേ ചെറിയ ബീഡ്സ് ഒന്നും നമുക്ക് ഈ നോർമൽ നമ്മൾ തുന്നുന്ന സൂചിയിലൂടെ കോർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബീഡ്സ് കോർക്കുന്ന സൂചി തന്നെ വാങ്ങിക്കണം. കണ്ടോ, 6 എണ്ണം എടുക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആ ഒരു റൗണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് മുകളിലേക്ക് കോർത്ത അതേ പോയിന്റിൽ താഴേക്ക് കുത്തിയിറക്കുക. ഇതുപോലെ നന്നായിട്ട് നമ്മൾ കുത്തി കൊടുക്കുക. ഇത് നമ്മൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന അതേ രീതിയിലാണ്. ഡ്രസ്സിലൊക്കെ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ബീഡ്സ് നമ്മളിങ്ങനെ ഫ്ലവറിൻ്റെ രീതിയിൽ തുന്നി കൊടുക്കുന്നത് ഇതേ രീതിയിലാണ്. പിന്നെ ഞാൻ എംബ്രോയിഡറി വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസ് എംബ്രോയിഡറിയുടെയും ചെയ്യാം. ആദ്യമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറി ഡിസൈൻസൊക്കെ. അപ്പോൾ എംബ്രോയിഡറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം എല്ലാവരും. സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇനി നമ്മൾ ഈ ബീഡ്സിനെയൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്ലാക്ക് ബീഡിൻ്റെ ഉള്ളിൽ നിന്ന് കോർത്ത് കൊടുത്തിട്ട് നമ്മൾ ഏത് ബീഡിൻ്റെ ഇടയിലാണോ കോർത്തത് അതിൻ്റെ തൊട്ട് പുറത്ത് താഴേക്ക് കോർക്കുക. അപ്പോൾ പുറത്ത് കോർക്കുമ്പോൾ നമ്മൾ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് തന്നെ കോർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിന് കട്ട് ചെയ്ത് കളയും ബാലൻസ് ഷീറ്റ്. അപ്പോൾ അത് ത്രെഡ് കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബീഡ്സിനെയും നമ്മളിത് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബീഡ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കോർത്തെടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കുക. ഇതുപോലെ നമ്മളിത് ആ ബ്ലാക്കിൻ്റെ ഉള്ളിൽ ആ ഗോൾഡൻ ബീഡിൻ്റെ അടുത്തായിട്ടാണ് കോർത്തെടുക്കുന്നത്. കണ്ടോ, ഇത് കോർത്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ആ ബീഡിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് പുറത്ത് ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ത്രെഡിനെ ബീഡ്സിന് ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആ ബീഡ്സ് അങ്ങനെ അനങ്ങില്ല ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ കോർത്ത് കൊടുത്താൽ ബീഡ്സ് കറക്റ്റ് ലെവലിൽ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഓരോ ബീഡ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ തുന്നിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓരോ ബീഡ്സും ലോക്കായിട്ടുണ്ടാവും. ഫുള്ളായിട്ട് ബീഡ്സ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. കരിമണിയുടെ എല്ലാ ഐറ്റംസും എന്നും ട്രെൻഡിങ് ആണ്. മാലയായാലും കമ്മലായാലും അതുപോലെ ബ്രേസ്ലെറ്റ്, പാദസരമൊക്കെ എന്നും ട്രെൻഡിങ്, എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരേപോലെ എല്ലാ പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ഓർണമെൻറ്റ്സാണ് കരിമണിയുടെ.
അപ്പോൾ ഞാൻ കരിമണിയുടെ ഒരുപാട് മോഡൽസ് ചെയ്തിട്ടുണ്ട്, കമ്മലായാലും അതുപോലെ മാല, ബ്രേസ്ലെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റിലൂടെ പറയും വേണം. അപ്പോൾ ദാ ബീഡ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സർദോസി കോർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴേന്ന് സൂചി കോർത്ത് കൊടുക്കേണ്ടത് 2 കരിമണി ബീഡിൻ്റെ ഇടയിലൂടെയാണ്. അപ്പോൾ അത് പുറത്തുനിന്നാണ് കേട്ടോ കോർക്കേണ്ടത്, പുറത്ത് ആണ് നമ്മൾ മുകളിലേക്ക് കോർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൽ നമ്മൾ സർദോസി കോർത്ത് കൊടുക്കുക സൂചിയിൽ. അതിന് ശേഷം നമ്മൾ സൂചി അകത്തേക്ക് കൊടുത്തിട്ടാണ് താഴേക്ക് ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സർദോസി കുത്തിയെടുക്കുമ്പോഴും കോർക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന ഒരു ഐറ്റാണ്. ഇനി ഇതിന് നമ്മൾ ആ കോർത്ത കരിമണിയുടെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുക. ഉള്ളിലേക്ക് സൂചി ഒന്ന് കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ലോക്കാവും കേട്ടോ. 2 ബീഡിൻ്റെ ഇടയിൽ സർദോസി അതുപോലെ ലോക്കായി കിട്ടും. ഇനി നമുക്ക് അടുത്ത സർദോസി അടുത്ത ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത 2 ബീഡിൻ്റെ പുറത്തുനിന്ന് നമ്മൾ കോർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ സർദോസി സൂചിയിൽ കോർത്ത് കൊടുക്കുക, പിന്നെ ഉള്ളിലേക്ക് സൂചി ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത സർദോസി ആ 2 ബീഡിൻ്റെ ഇടയിൽ ലോക്കായി കിട്ടും. ഇങ്ങനെയാണ് നമ്മളത് 6 എണ്ണം കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കരിമണിയുടെ ഇടയിൽ ആ ഒരു ഗോൾഡൻ കളർ വന്നപ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി വരും. വീണ്ടും കോൾഡ് വരുന്നുണ്ട്, മൂക്കടയുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ 2 എണ്ണം കോർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബീഡ്സിന് ഒന്ന് ലെവലാക്കി കൊടുത്താണ് സെൻറ്ററിലെ ബീഡ്. അതുപോലെ സർദോസി കോർത്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് ദൂരെ വെച്ചിട്ട് പുറത്തുനിന്ന് കോർത്ത് കൊടുക്കരുത്. നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്, ഫെൽറ്റ് ഷീറ്റ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ത്രെഡ് കട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് ബീഡ്സിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കോർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തേക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുമ്പോൾ ആ ബീഡ്സിനോട് ചേർന്ന് തന്നെ സൂചി കുത്തി കോർക്കാൻ ശ്രദ്ധിക്കുക. അതേ 3 എണ്ണം നമ്മൾ കോർത്തിട്ടുണ്ട്. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ഓർണമെൻറ്റ്സിൻ്റെ അതേ ഒരു മോഡലായിട്ട് തോന്നും കേട്ടോ. ആ സർദോസി അതിൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഗോൾഡൻ ഓർണമെൻറ്റിൻ്റെ ആ ഒരു മോഡൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം. നല്ല മോഡലൊക്കെ ആണെങ്കിൽ പറയണം. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് തുടങ്ങി അത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സർദോസി കംപ്ലീറ്റ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡിനൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിയിൽ ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെ സൂചി ഒന്ന് കോർത്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കോർക്കരുത്, ബാലൻസ് നിർത്തിയിട്ട് അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ 2 കെട്ടിട്ടതിന് ശേഷം ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എംബ്രോയിഡറിയുടെ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പറയാം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എംബ്രോയിഡറി ഡിസൈൻസൊക്കെ ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഫെൽറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സർദോസിമത്ത് ടച്ച് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ അത് കോർത്ത ത്രെഡുമേ ഒന്നും ടച്ച് ചെയ്യാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളൊരു ചെറിയൊരു റൗണ്ട് പീസിൽ ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡ് ബേസ് അതിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഗ്ലൂ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ കമ്മലിലേക്ക് സ്റ്റഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കമ്മലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലിൽ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. ഒട്ടിച്ച് ഒരു ദിവസമെങ്കിലും നമ്മളൊന്ന് മാറ്റി വെക്കണം. നമുക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് വിട്ടുപോകും. അവർ പെട്ടെന്ന് യൂസ് ചെയ്താൽ വിട്ടുപോകും. അപ്പോൾ ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരും യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കമ്മൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ 2 കമ്മൽ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.